എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നാം കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സർക്കിളിലെ ആർക്കിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ? അപ്പോൾ ഈ ആർക്ക് നമുക്കറിയാം, ഈ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ നമ്മൾ എന്ത് പറയും? സെൻട്രൽ ആംഗിൾ എന്ന് പറയും. പിന്നെ ഈ ആർക്കിൻ്റെ ഈ രണ്ട് അറ്റങ്ങൾ ഈ ആർക്കല്ലാത്ത മറ്റു ഭാഗം, ഈ ഭാഗം സർക്കിളിൻ്റെ ഇത്രയും ഭാഗം ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? ഈ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും അല്ലേ? അതാണ് നാം പഠിച്ചത്. ഇപ്പം ഈ പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ നമ്മൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ, ഇതും യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്രയായിരിക്കും? ഇത് എത്രയാണോ അതിൻ്റെ പകുതിയായിരിക്കും ഇവിടെ ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ വരച്ചത് ഒരു ചെറിയ ചാപായിരുന്നു അല്ലേ? ഒരു ചെറിയ ആർക്കായിരുന്നു, ഇവിടെ മുതൽ ഇവിടെയും വരെയുള്ള ഒരു ആർക്ക്. ഇനി ഇങ്ങോട്ട് നോക്കിയേ, ഈ പോയിന്റ് ഈ സർക്കിളിലെ രണ്ട് പോയിന്റ് ഞാൻ എടുത്തത് ഈ പോയിന്റും ഈ പോയിന്റും. അപ്പോൾ ഇത് നോക്കിയേ, ഇതൊരു വലിയ ആർക്ക് അല്ലേ? ഇവിടെയും ഒരു വലിയ ആർക്ക്. അതായത് ഇപ്പോൾ ഈ ആർക്കിൻ്റെ ഈ രണ്ട് അറ്റങ്ങൾ ഈ സെൻറ്ററുമായിട്ട് ഇങ്ങനെ യോജിപ്പിച്ചു അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടിയ ഡിഗ്രി 180 വിചാരിക്കുക. 180 ഡിഗ്രി. ഇതാണ് സെൻട്രൽ ആംഗിൾ അല്ലേ? രണ്ട് പോയിന്റുകൾ തമ്മിൽ സെൻട്രൽ കൂട്ടിമുട്ടുന്ന ആംഗിളാണ് സെൻട്രൽ ആംഗിൾ. അപ്പോൾ ഇതിൽ സെൻട്രൽ ആംഗിൾ ഇപ്പോൾ നോക്കിയാൽ ഈ പോയിന്റും തമ്മിൽ കൂട്ടിമുട്ടി ഇവിടെ സെൻട്രലിൽ യോജിപ്പിച്ചപ്പോൾ നമുക്ക് 180 ഡിഗ്രിയാണ് കിട്ടിയത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ഒരു സെമി സർക്കിളാണ് അല്ലേ? അതായത് അർദ്ധവൃത്തമാണ്. ഇപ്പറോ ഇതും ഒരു അർദ്ധവൃത്തം അല്ലേ? അപ്പോൾ മൊത്തം നമുക്കറിയാം 360 ഡിഗ്രി. അപ്പോൾ ഇത് 180, ഇത് 180. അപ്പോൾ ഇതാണ് നമ്മുടെ ആർക്ക്. ഇനി ഈ ആർക്കിൻ്റെ രണ്ട് പോയിന്റുകൾ, അറ്റത്തെ രണ്ട് പോയിന്റുകൾ, ബാക്കിയുള്ള ഇത്രയും ഭാഗമുണ്ടല്ലോ വൃത്തത്തിൻ്റെ അല്ലേ? അപ്പോൾ ഇതിലെ നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇതിലെ ഏതെങ്കിലും ഒരു പോയിന്റുമായിട്ട് കൂട്ടി യോജിപ്പിച്ച് നോക്കാം നമുക്ക്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഈ പോയിന്റുമായിട്ട് ഞാൻ അങ്ങനെ കൂട്ടി യോജിപ്പിച്ചു, ഇങ്ങനെ യോജിപ്പിച്ചു. ഇപ്പോൾ നമുക്കിവിടെ ഒരു ആംഗിൾ കിട്ടി അല്ലേ? ഒരു ആംഗിൾ നമുക്ക് കിട്ടി. ഇനി നമുക്ക് കുറച്ച് മാറിയിട്ട് ഇങ്ങോട്ട് നീങ്ങിയിട്ട് യോജിപ്പിച്ചെന്ന് വിചാരിക്കുക. ഇങ്ങോട്ട് ഇതേ ഈ പോയിന്റ് എടുത്തിട്ട് ഇങ്ങനെ യോജിപ്പിച്ചു. അപ്പോഴും നമുക്കൊരു ആംഗിൾ കിട്ടി അല്ലേ? അപ്പോൾ ഈ ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും? നമുക്കറിയാം, ഇത് 180 ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ പകുതി ആയിരിക്കും അല്ലേ? അതായത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇതും 90 ഡിഗ്രി. അപ്പോൾ ഇവിടെ ഏത് പോയിന്റ് എടുത്താലും എത്രയായിരിക്കും? ഇത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്കിതിന് എന്തെന്ന് പറയാം? ഒരു സെമി സർക്കിള്, അതായത് അർദ്ധവൃത്തത്തിലെ കോൺ എപ്പോഴും എന്തായിരിക്കും? ഒരു മട്ടക്കോണായിരിക്കും, അതായത് റൈറ്റ് ആംഗിൾ ആയിരിക്കും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിഗർ എന്നിട്ട് ഇതേപോലത്തെ ഫിഗർ ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മളിവിടെ ആംഗിൾ കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ ആംഗിൾ ഒരു അർദ്ധവൃത്തമാണെങ്കിൽ അതിൻ്റെ ആംഗിൾ ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണിത്. അപ്പോൾ അത് മനസ്സിലായല്ലോ. നമുക്കറിയാം, ഒരു ത്രികോണം വരയ്ക്കണമെങ്കിൽ 3 സൈഡുകൾ കിട്ടിക്കഴിഞ്ഞാൽ ത്രികോണം വരയ്ക്കാം അല്ലേ? അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തു, നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ളതാണിത്. ഇനി ഈ 3 ത്രികോണത്തിൻ്റെ കോണുകൾ തന്നു കഴിഞ്ഞാലോ, ഉദാഹരണത്തിന് 50 ഡിഗ്രി, 60 ഡിഗ്രി, 70 ഡിഗ്രി, ഈ അളവിലുള്ള ഒരു ത്രികോണം വരയ്ക്കാൻ പറഞ്ഞാൽ നാം എങ്ങനെ വരയ്ക്കും? ഇവിടെ നോക്കിയ വശങ്ങളുടെ നീളങ്ങൾ തന്നിട്ടില്ല അല്ലേ? അപ്പോൾ നമുക്ക് ഏത് അളവെടുത്തും വരയ്ക്കാം. ഇപ്പോൾ ഒരാൾക്ക് വേണമെങ്കിൽ ഒരു 10 സെൻറ്റിമീറ്റർ എടുത്തു. എന്നിട്ട് എന്ത് വേണം? 50, 60, 70 അല്ലേ? അപ്പോൾ ഇവിടെ നിൽക്കാം, ഇവിടെ വെച്ചിട്ട് മട്ടം വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് 50 ഡിഗ്രി മെഷർ ചെയ്തു. 50 ഡിഗ്രി മെഷർ ചെയ്തിട്ട് നമ്മളിവിടെ ഒരു മാർക്ക്, ഒരു പോയിന്റ് അടയാളപ്പെടുത്തുകയാണെങ്കിൽ ഇത് നമ്മൾ ഇങ്ങനെ യോജിപ്പിക്കുക അല്ലേ? അപ്പോൾ ഇത് 50 ഡിഗ്രി. ഇനി എന്ത് വേണം? ഈ അറ്റത്ത് നിന്ന് അല്ലേ, 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 60 ഡിഗ്രി എടുക്കുക. അതിനുശേഷം ആ പോയിന്റ് മാർക്ക് ചെയ്യുക, നമ്മൾ കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ ഇത് 60 ഡിഗ്രി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതെന്തായിരിക്കും? കൂട്ടിമുട്ടിയിട്ടുണ്ടായിരിക്കും. ഇത് എത്രയായിരിക്കും? ഇത് 70 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പോൾ ഇങ്ങനെ നമുക്ക് ത്രികോണം വരയ്ക്കാൻ അറിയാം. ഇനി മറ്റൊരാൾക്ക് 10 സെൻറ്റിമീറ്ററിന് പകരം ഒരു 5 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കാം അല്ലേ? അപ്പോൾ നമുക്ക് ഇതേ രൂപത്തിലുള്ള ത്രികോണം കിട്ടും. പക്ഷേ വശങ്ങളുടെ നീളങ്ങൾ മാത്രം വ്യത്യാസം ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് ഇതേ രൂപത്തിലുള്ള ത്രികോണം തന്നെ കിട്ടും. വശങ്ങളുടെ നീളങ്ങൾ മാത്രം വ്യത്യാസമുള്ള ഒരു ത്രികോണം. അപ്പോൾ ഏത് അളവ് എടുത്ത് വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? സെയിം ആംഗിൾ തന്നെ ആയിരിക്കും. ഇനി നമ്മോട് ഇതേ അളവിലൊരു ത്രികോണം വരയ്ക്കണം എന്ന് പറഞ്ഞു. കൂടാതെ ഈ ത്രികോണത്തിൻ്റെ 3 മൂലകളും 3 കോർണറുകളും ഒരു വൃത്തത്തിൽ മുട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം എങ്ങനെ വരയ്ക്കും ത്രികോണം? അതായത് നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ത്രികോണം ഇതേ രൂപത്തിലൊക്കെ വരയ്ക്കാൻ പറ്റും അല്ലേ? ഇതിൻ്റെ 3 കോർണറുകളും ഒരു വൃത്തത്തിലായിരിക്കണം അല്ലേ? അതായത് നമ്മൾ ഒരു വൃത്തത്തിൽ ഇങ്ങനെ മുട്ടിപ്പോകണം. നമ്മൾ ഒരു വൃത്തം വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു വൃത്തം വരച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇത് വൃത്തമല്ല, ഞാൻ വരച്ച ഇങ്ങനെ വരും, നമ്മൾ അളവ് കട വെറുതെ ഫ്രീ ആയിട്ട് വരയ്ക്കുന്നത് തന്നെ അല്ലേ? അതായത് നമ്മളിങ്ങനെ സർക്കിൾ വരച്ചാൽ ഈ സർക്കിളിൽ ഈ 3 കോർണറുകൾ മുട്ടണം. ഇതേ രൂപത്തിൽ ഒരു ത്രികോണം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാം എങ്ങനെ വരയ്ക്കുക?
അതായത് നമുക്ക് നോക്കിയാൽ ഇവിടെ നിന്ന് ഒരു സർക്കിൾ വരയ്ക്കണമെങ്കിൽ കൃത്യമായിട്ട് ഈ കോർണറിലൂടെ തന്നെ കടന്നു പോകണം. അപ്പോൾ ഈ സെൻറ്റർ പോയിന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കൽ അല്പം ബുദ്ധിമുട്ടാണ് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റുന്നത്? അപ്പോൾ നാം ഈ സർക്കിളിലേക്ക് നോക്കിയേ, ഇതൊരു സർക്കിൾ അല്ലേ? സർക്കിളായി തോന്നുന്നുണ്ടല്ലോ അല്ലേ? അത്ര മതി. നാം വളരെ റഫായിട്ട് വരച്ചാണ്. ഇത് സർക്കിളായിട്ട് തോന്നാത്ത ഒരു സർക്കിളാണെന്ന് വിചാരിക്കുക. ഇനി എന്ത് വേണം നോക്കിയാൽ, ഇവിടെ നമുക്ക് 3 ആർക്കുകൾ കാണാം. ഇത് മുതൽ ഇവിടം വരെ ഒരു ചാപം, ഇത് മുതൽ ഇതുവരെ മറ്റൊരു ചാപം, ഇത് മുതൽ ഇതുവരെ മറ്റൊരു ചാപം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ആർക്ക് എടുക്കാം. ഈ ആർക്ക് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 50 ആണെങ്കിൽ ഈ ആർക്ക് തന്നെ ഈ സെൻറ്റർ, ഇതിപ്പോൾ സെൻറ്റർ ആണെന്ന് വിചാരിക്കുക, സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? ഇതിൻ്റെ ഇരട്ടിയായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ 100, ഇത് 100 ഡിഗ്രി ആയിരിക്കും. ഇനി ഈ ആർക്ക് നോക്കിയേ, ഈ ആർക്ക് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അതേ ആർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 60ൻ്റെ ഇരട്ടി അല്ലേ? അതായത് 120 ഡിഗ്രി. ഇനി അതേപോലെ തന്നെ നോക്കിയാൽ ഈ ആർക്ക് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 70 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? 70ൻ്റെ ഇരട്ടി അല്ലേ? അതായത് 140 ഡിഗ്രി. അങ്ങനെ മൊത്തം 360 ഡിഗ്രി. അപ്പോൾ നമുക്ക് 50, 60, 70 എന്നീ അളവുകളിൽ ഒരു ത്രികോണം വരയ്ക്കുന്നതിന് പകരം അല്ലേ, നമുക്ക് ഏത് അളവെടുത്ത് വരച്ചാൽ മതി? വരച്ച് വരുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ നോക്കിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ റേഡിയസ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ ആ റേഡിയസ് വെച്ചിട്ട് നമ്മൾ ഒരു സർക്കിൾ വരച്ചു. ഓക്കെ, ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? 50, 60, 70 എന്ന അളവിൽ ഇവിടെ ഒരു ത്രികോണം വരയ്ക്കണം അല്ലേ? ഈ ത്രികോണത്തിൻ്റെ 3 മൂലകളും ഈ സർക്കിളിൽ മുട്ടണം. ഇതാണ് നമ്മുടെ വിഷയം. അപ്പോൾ നാം എന്ത് ചെയ്താൽ മതി? ഇവിടെ ഇപ്പോൾ 50, 60, 70 ഇത് എടുക്കണ്ട. അതിന് പകരം എന്ത് ചെയ്യാം? നമുക്കറിയാം സെൻട്രൽ ആംഗിൾ എത്ര വരും? 50-ന് ഇവിടെ 100 അല്ലേ? ഇവിടെ 60, ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ 120, ഇവിടെ ആണെങ്കിലോ 70, അപ്പോൾ അതിൻ്റെ സെൻട്രൽ ആംഗിൾ 140 അല്ലേ? അപ്പോൾ ഈ അളവുകൾ വെച്ചിട്ട്, ഇതാണ് നമ്മുടെ സെൻറ്റർ കേന്ദ്രം, ഈ അളവുകൾ വെച്ചിട്ട് നാം ഈ സർക്കിളിനെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ 3 പോയിന്റുകളും കിട്ടും അല്ലേ? അതായത് ഇങ്ങോട്ട് നോക്കിയേ, ഇപ്പോൾ നമുക്ക് നോക്കിയാൽ ഇവിടെ നമ്മൾ ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം, എങ്ങനെ വേണമെങ്കിൽ വരച്ചോ. ഇപ്പോൾ ഞാൻ നോക്കിയാൽ ഇതാണ് കൂട്ടിമുട്ടിക്കുന്നത്. ആദ്യം ഇവിടെ ഒരു ലൈൻ വരച്ചു, കൂട്ടിമുട്ടിച്ചൊരു ലൈൻ വരച്ചു. ഇനി ഇങ്ങനെ വരയ്ക്കാൻ, ഇങ്ങനെ വരയ്ക്കാം, എങ്ങനെയാണെങ്കിൽ കുറച്ച് കുഴപ്പമില്ല. ഇനി നോക്കിയാൽ ഇവിടെ നിന്ന് 120 ഡിഗ്രി നമുക്ക് എടുക്കണം അല്ലേ? 120 ഡിഗ്രി. അത് നമ്മൾ കൃത്യമായി തന്നെ ഇവിടെ നോക്കിയാൽ ഈ ലൈനിൻ്റെ നേരെ ഇങ്ങനെ വെച്ചു, 0 വരുന്നു അല്ലേ? ഇവിടെ ഈ പോയിന്റ് ഇവിടെ നിന്ന് നമുക്കിവിടെ 120 ഡിഗ്രിയാണ് വേണ്ടത് അല്ലേ? അപ്പോൾ 10, 20, 30, 40, 50, 60, 70, 80, 90, 100, 120, 110, 120 അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ പോയിന്റ്. അപ്പോൾ നമ്മൾ അവിടെ ആ പോയിന്റ് മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ഇത് കൂട്ടി യോജിപ്പിച്ചു, സ്കെയിൽ വെച്ചിട്ട് ഇത് കൂട്ടി യോജിപ്പിച്ചു. ഇത് 120 ഡിഗ്രി. ഇനി ഇവിടെ നിന്ന് എത്രയാണ്? 140 ഡിഗ്രി അല്ലേ? അപ്പോൾ ഇവിടെ വട്ടം വെക്കുക, അതിനുശേഷം 140 ഡിഗ്രി ഇങ്ങനെ മെഷർ ചെയ്യാം. അപ്പോൾ ഈ ലൈൻ കറക്റ്റായിട്ട് വെച്ചു അല്ലേ? ഇത് 0 പോയിന്റ്, ഇത് സെൻറ്റർ പോയിന്റ്. ഇത് നോക്കിയാൽ ഇങ്ങനെ പോയി 10, 20, 30 അങ്ങനെ പോയി എത്രയാണ് വേണ്ടത് നമുക്ക്? 140 അല്ലേ? ഇവിടെ പോയിന്റ്, നമ്മുടെ പോയിന്റ് മാർക്ക് ചെയ്തു. അപ്പോൾ നോക്കിയാൽ ഇതാണ് ഈ പോയിന്റ്. അപ്പോൾ നമ്മൾ ഇത് തമ്മിൽ യോജിപ്പിച്ചു. ഇത് 140 ഡിഗ്രി. ഇനി സ്വാഭാവികമായിട്ട് ഇത് എത്രയായിരിക്കും? മൊത്തം 360 ആണ് അല്ലേ? അപ്പോൾ ഇത് എത്രയായിരിക്കും? ഈ ബാക്കിയുള്ളത് 100 ഡിഗ്രി. ഇനി ഈ പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ, ഈ പോയിന്റുകൾ തമ്മിൽ കൃത്യമായിട്ട് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു ത്രികോണം കിട്ടും അല്ലേ? ഒരു ത്രികോണം കിട്ടും. ഈ ത്രികോണം എന്തായിരിക്കും? ഈ ത്രികോണത്തിൻ്റെ അളവ് നോക്കിയാൽ 100-ന് ഇവിടെ സെൻട്രൽ ആംഗിൾ അല്ലേ? 100 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 50 ഡിഗ്രി. ഇവിടെ 120 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് 60 ഡിഗ്രി. ഇത് 140 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? ഇത് 70 ഡിഗ്രി. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? അതായത് ത്രികോണത്തിൻ്റെ ആംഗിൾ അതിൻ്റെ ഇരട്ടി അല്ലേ? അപ്പോൾ 50 ആണെങ്കിൽ ഇവിടെ 100, ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 120, ഇത് 70 ആണെങ്കിൽ 140. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്ന് 100 എടുത്തു, അല്ലെങ്കിൽ ഏത് വേണമെങ്കിലും ആദ്യം ഏത് ലൈൻ വേണമെങ്കിലും വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. ത്രികോണം ചെരിഞ്ഞിരിക്കുന്നുള്ളൂ എന്നേ ഉള്ളൂ. അപ്പോൾ 100, 120, 140 ആ അളവിൽ നമ്മൾ എടുത്തു. ഇനി ആ പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചപ്പോൾ നമുക്ക് ത്രികോണം കിട്ടി. ഇതിനെ നമ്മളെന്ത് പറയും? സർക്കം സർക്കിൾ എന്നാണ് പറയുക, അതായത് പരിവൃത്തം. അപ്പോൾ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 46 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ഇവിടെ നോക്കിയാൽ നമുക്കൊരു ക്ലോക്ക് തന്നിട്ടുണ്ട്, ഒരു ക്ലോക്കിൻ്റെ ഫിഗർ തന്നിട്ടുണ്ട്. ആ ക്ലോക്കിൻ്റെ 1, 4, 8 അല്ലേ?
ആ അക്കങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു ത്രികോണം തന്നിട്ടുണ്ട് നമുക്ക്. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? കാൽക്കുലേറ്റ് ദി ആംഗിൾസ് ഓഫ് ദിസ് ട്രയാങ്കിൾ. അതായത് ഈ ത്രികോണത്തിലെ 3 ആംഗിളുകളും അളവുകൾ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം ഇങ്ങോട്ട് നോക്കിയേ, ഇപ്പം നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ഈ ആംഗിൾ കണ്ടുപിടിക്കണം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതൊരു സർക്കിളാണ് അല്ലേ? സർക്കിളാണ്. ഈ സർക്കിളിൻ്റെ ഇങ്ങോട്ട് നോക്കിയാൽ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ വശം ഇങ്ങനെ പോകുന്നു അല്ലേ? ഇതങ്ങ് നീട്ടിക്കഴിഞ്ഞാൽ ഇവിടെ മുട്ടി അല്ലേ? സർക്കിളിൽ മുട്ടി. ഇതും നീട്ടിക്കഴിഞ്ഞാൽ സർക്കിളിൽ മുട്ടി അല്ലേ? അതായത് ഇത്രയും ഭാഗം ഇവിടെ ഒരു ആർക്ക് ആണല്ലോ. ഈ ആർക്ക് ഈ സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിളാണിത്. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ ആർക്ക് ഈ സെൻട്രൽ ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിൾ എത്രയാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും അല്ലേ? അല്ലേ? അതായത് ഈ ആർക്ക് നോക്കിയാൽ ഈ സെൻട്രലിൽ ഇതാണ് കേന്ദ്രം. ഈ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണോ ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പകുതി ആയിരിക്കും ഇത്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയാൽ മതി? ഈ സെൻട്രൽ ആംഗിൾ എത്രയാണ് നമ്മളൊന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഇതിന് ചുറ്റുമുള്ള ആംഗിൾ എത്രയാണ്? മൊത്തം 360 ഡിഗ്രിയാണ് അല്ലേ? ഇത് മൊത്തം ഒരു സർക്കിളിൻ്റെ മൊത്തം ആംഗിൾ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി. അപ്പോൾ ഈ 360 ഡിഗ്രിയെ എത്ര തുല്യ ഭാഗങ്ങളാക്കുന്നുണ്ട് ഇവിടെ? 12 തുല്യ ഭാഗങ്ങളാക്കുന്നുണ്ട് അല്ലേ? തുല്യ ഭാഗത്തിൽ ഇപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ എത്രയാണ്? 5 മിനിറ്റ് അല്ലേ? ഇവിടുന്ന് ഇവിടം വരെ 5 മിനിറ്റ്, ഇവിടുന്ന് 5 മിനിറ്റ്, അങ്ങനെ നമുക്ക് 60 മിനിറ്റ് മൊത്തം. അപ്പം ഇത് രണ്ടിനിടയിൽ 5 മിനിറ്റ് അല്ലേ? അപ്പോൾ 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര ആംഗിൾ വരുന്നുണ്ട് അവിടെ? സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? ഇതും ഇതിൻ്റെ ഇടയിൽ 5 മിനിറ്റ്, ഇതിൻ്റെ ഇടയിൽ 5 മിനിറ്റ് അല്ലേ? അങ്ങനെ 5 മിനിറ്റ്. അപ്പോൾ ഈ 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും ഈ 5 മിനിറ്റിൻ്റെ? അതായത് ഇപ്പോൾ 5 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 360നെ ഈക്വലായിട്ട് 12 ഭാഗങ്ങളാക്കി മുറിക്കുന്നു അല്ലേ? ബൈ 12. അപ്പോൾ 360നെ 12 തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കുന്നു. അതിൽ ഒരു ഭാഗം 5 മിനിറ്റ് അല്ലേ? അപ്പോൾ ഈ 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 360നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 മിനിറ്റ് എത്ര ഡിഗ്രി ആണെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ എത്ര വരും? 360/12 36 12 3 പ്രാവശ്യം അല്ലേ? 3 പ്രാവശ്യം പിന്നെ 0 30. അപ്പോൾ നമുക്ക് കിട്ടി 30 ഡിഗ്രി. അതായത് ഈ 1 മുതൽ 2 വരെ 30 ഡിഗ്രി, 2 മുതൽ 3 വരെ 30 ഡിഗ്രി, ഇവിടുന്ന് ഇവിടം വരെ 30 ഡിഗ്രി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്ര ഉണ്ടായിരിക്കും? ഇപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ പണി ചെയ്യാം. ഇതിന് നമുക്കൊരു പേരുകൾ കൊടുക്കാം. ഇപ്പോൾ ഈ ത്രികോണത്തിന് എ, ഇവിടെ ബി, ഈ പോയിൻ്റാണ് ബി, ഇവിടെ നമുക്ക് സി എന്ന് കൊടുക്കാം. ഈ ത്രികോണം എ ബി സി എന്ന് കൊടുക്കാം. ഈ സെൻട്രൽ പോയിന്റ് നമുക്ക് ഒ എന്ന് കൊടുക്കാം. ഓ, അങ്ങനെയാണെങ്കിൽ ഈ സെൻട്രൽ ആംഗിൾ അവിടെ നമുക്ക് വേണമെങ്കിൽ ആംഗിൾ സി ഒ ബി, സെൻട്രൽ ആംഗിൾ, അതായത് ആംഗിൾ സി ഒ ബി എത്ര ഡിഗ്രി ആയിരിക്കും? നമുക്കറിയാം ഇവിടുന്ന് ഇവിടെ വരെ 5 മിനിറ്റ് ആണ്, അതായത് 30 ഡിഗ്രി അല്ലേ? ഇവിടുന്ന് ഇവിടെ വരെ 5 മിനിറ്റ് 30 ഡിഗ്രി, വീണ്ടും 30 ഡിഗ്രി അല്ലേ? അപ്പോൾ 30 30 30, അതായത് 3 ഇൻറ്റു 30 = 90 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? ആംഗിൾ എ = 90ൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ പകുതി അല്ലേ? 90/2 = 45 ഡിഗ്രി. ഇനി നമുക്ക് ബി കണ്ടുപിടിക്കാം. ആംഗിൾ ബി എത്രയാണെന്ന് നോക്കിയാൽ ആംഗിൾ ബി കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇതാണ് ഇതിൻ്റെ ആർക്ക് അല്ലേ? ഇങ്ങനെ പോകുന്ന ആർക്ക് എ ടു സി, ഇതാണ് ഈ ആർക്ക്. അപ്പോൾ ഈ ആർക്ക് ഇവിടെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന, അതായത് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ കണ്ടുപിടിച്ചാൽ മതി അല്ലേ? അപ്പോൾ അതിൻ്റെ പകുതി ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ വരുന്ന ആംഗിൾ എത്രയായിരിക്കും നോക്കിയേ? ഇവിടെ തൊട്ട് 8 മുതൽ ഇങ്ങനെ ഇത്ര വരെ അല്ലേ? ഇത്ര വരെയാണ്, അതായത് 5 മിനിറ്റ് 5 മിനിറ്റ് 5 മിനിറ്റ് 5 മിനിറ്റ് 5 മിനിറ്റ്. അപ്പോൾ എത്ര വരും? 5 ഇൻറ്റു 30 അല്ലേ? അപ്പോൾ 1 2 3 4 5. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ 30 ഡിഗ്രി, അങ്ങനെ 5 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ 5 ഇൻറ്റു 30. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ കാണുന്നു. അപ്പോൾ സെൻട്രൽ ആംഗിൾ കേന്ദ്രകോൺ അല്ലേ? സെൻട്രൽ ആംഗിൾ ഏതാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ? എ ഒ സി എത്രയാണെന്ന് നോക്കാം. ആംഗിൾ എ ഒ സി എത്രയായിരിക്കും? 5 ഇൻറ്റു 30 = 150 ഡിഗ്രി. അപ്പോൾ ഈ അളവ് നമുക്ക് കിട്ടി 150 അല്ലേ? അപ്പോൾ ഇത് 150 കിട്ടി. അപ്പോൾ ഇത് എത്രയായിരിക്കും? അതിൻ്റെ പകുതി. അപ്പോൾ ആംഗിൾ ബി = 150/2 = 75. ഇനി നമുക്ക് നോക്കി ആംഗിൾ സി കണ്ടുപിടിക്കണം. ആംഗിൾ സി കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇത് അല്ലേ? ഈ സെൻട്രൽ ആംഗിൾ കിട്ടിയാൽ മതി.
അപ്പോൾ സെൻട്രൽ ആംഗിൾ ഏതാണ്? ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ വെച്ചാൽ ഇങ്ങനെ അല്ലേ, AOB, ആംഗിൾ AOB സീക്വൽ എത്ര വരും എന്ന് നോക്കിയാൽ എത്ര വരുന്നുണ്ട്? 1 2 3 4 അല്ലേ? അപ്പോൾ ഇത്രയാണ് വരുന്നത്, 1 2 3 4. അപ്പോൾ 4 × 30 ഡിഗ്രി, 4 × 30 സീക്വൽ ടു 4 3 12 120 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ സി എത്ര വരും? ആംഗിൾ സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി ആയിരിക്കും അല്ലേ, 120/2 സീക്വൽ ടു 60 ഡിഗ്രി. അപ്പോൾ നമുക്ക് കിട്ടി 45 75 60. അപ്പോൾ ലാസ്റ്റത്തെ ആംഗിൾ നമ്മൾ ഇതുപോലെ കണ്ടുപിടിക്കണമെന്ന് വേണ്ട അല്ലേ, നമുക്കറിയാം 2 ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ ആംഗിൾ സി അങ്ങനെ കണ്ടുപിടിക്കാം. ആംഗിൾ സി സീക്വൽ ടു മൊത്തം 180 ആണ്, അതുകൊണ്ട് 180ൽ നിന്ന് എത്ര കുറച്ചാൽ മതി? 45ഉം 75ഉം കൂടി കൂട്ടിയത് കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ അങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം. അതായത് 180 മൈനസ് 45ഉം 75ഉം തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? 120 അല്ലേ, 120 സീക്വൽ ടു 60 ഡിഗ്രി. അപ്പോൾ അങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് മനസ്സിലായില്ലേ? ഇനി അതിൽ രണ്ടാമത്തെ ഒരു സബ് ക്വസ്റ്റ്യൻ ഉണ്ട്, അതൊന്ന് ചെയ്ത് നോക്കാം. ഹൗ മെനി ഈക്വലാറ്റർ ട്രയാങ്കിൾസ് ക്യാൻ വി മേക്ക് ബൈ ജോയിനിങ് ദി നമ്പേഴ്സ് ഓൺ എ ക്ലോക്ക് ഫേസ്? അതായത് ഈ ക്ലോക്കിലെ ഓരോ നമ്പറുകൾ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് എത്ര സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം, ഈക്വലാറ്റർ ട്രയാങ്കിൾ ഉണ്ടാക്കാം എന്നാണ് ചോദ്യം. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടുത്തെ ഒരു ട്രയാങ്കിൾ ആണ് അല്ലേ. അപ്പോൾ ഈക്വലാറ്റർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലെ കോണുകൾ എത്രയായിരിക്കണം? നമുക്കറിയാം 60 ഡിഗ്രി ആയിരിക്കണം അല്ലേ, 3 വശങ്ങൾ ഈക്വൽ ആയിരിക്കണം. അപ്പോൾ 3 വശങ്ങളും ഈക്വലായ ഒരു ത്രികോണമാണ് ഈക്വലാറ്റർ ട്രയാങ്കിൾ അല്ലേ. അതായത് അതിലെ 3 കോണുകളുടെ അളവ് എത്രയായിരിക്കും? 60 ഡിഗ്രി വെച്ചായിരിക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഇതേ രൂപത്തിലുള്ള എത്ര ത്രികോണങ്ങൾ നമുക്കിതിൽ വരയ്ക്കാമെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം, നോക്കിയാൽ ഇവിടെ ഈക്വലാറ്റർ ട്രയാങ്കിൾ ആണെങ്കിൽ നാം പറഞ്ഞു 60 ഡിഗ്രി ആയിരിക്കുന്നു അല്ലേ, ഈ കോൺ 60 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ 60 ഡിഗ്രി ആയിരിക്കണമെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് നോക്കിയാൽ ഇവിടെ 60 ഡിഗ്രി കിട്ടണമെങ്കിൽ ഇവിടെ എത്ര ഡിഗ്രി വേണം? അപ്പോൾ ഇത് 60 ആണെങ്കിൽ ഇവിടെ 120 ഡിഗ്രി വേണം അല്ലേ. അപ്പോൾ ഇവിടെ 120 ഡിഗ്രി കിട്ടണമെങ്കിൽ ഈ നമ്പറുകളുടെ ഇടയിൽ എത്ര ഗ്യാപ്പ് വേണ്ടി വരും? ഈ കേസിൽ നോക്കിയാൽ 1 2 3 അല്ലേ, 3 ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം ഓരോ 5 മിനിറ്റിലും നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ 30 ഡിഗ്രിയാണ്. അപ്പോൾ 30 × 3 90 ഡിഗ്രിയാണ് ഇവിടെ വന്നത്. നമുക്ക് എത്ര കിട്ടണം? 120 ഡിഗ്രി കിട്ടണം അല്ലേ. അപ്പോൾ 120 കിട്ടണമെങ്കിൽ എത്ര ഗ്യാപ്പ് വേണ്ടി വരും? 120നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, ഓരോന്നിൻ്റെ ഇടയിൽ 30 ആണ്, 30 ഡിഗ്രിയാണ്. അപ്പോൾ മൊത്തം നമുക്ക് 120 ഡിഗ്രി കിട്ടണം. അങ്ങനെയാണ് എത്ര വേണ്ടി വരും? 120/30 അതായത് 4 × 3 12 അല്ലേ. അപ്പോൾ നമുക്കിവിടെ 4 കിട്ടി. അപ്പോൾ ഓരോ എത്ര ഇട വേണ്ടി വരും? 4 എണ്ണം വെച്ച് വേണ്ടി വരും അല്ലേ. അതായത് ഇപ്പോൾ നോക്കിയാൽ ഇവിടം തൊട്ട് ഇവിടം വരെ എടുക്കുകയാണെങ്കിൽ ഇവിടം തൊട്ട് 1 2 3 4 അപ്പോൾ ഇത്രയും ഗ്യാപ്പ് കണ്ട. ഇതാണെങ്കിൽ എത്ര വരും? ഇവിടെ 120 ഡിഗ്രി വരും. ഇപ്പോൾ 3 എണ്ണം ആണെങ്കിൽ 3 × 3 90 ഡിഗ്രി. 2 എണ്ണം ആണെങ്കിലോ 2 × 3 60 ഡിഗ്രി അല്ലേ. അപ്പോൾ 4 എണ്ണം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? 120 ഡിഗ്രി കിട്ടുള്ളൂ. നമുക്ക് നോക്കിയേ, ആദ്യത്തെ പോയിന്റ് 12 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? 1 2 3 4 അടുത്ത പോയിന്റ് ഇതായിരിക്കും അല്ലേ. 12 4 കൂട്ടി യോജിപ്പിച്ചു. ഇനി നോക്കിയാൽ എത്ര എണ്ണം വേണം? 1 2 3 4 അല്ലേ. അപ്പോൾ ഇവിടെ അടുത്ത പോയിന്റ് വരാം. അപ്പോൾ നമുക്ക് 8 4 തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ 8 4 തമ്മിൽ യോജിപ്പിച്ചു അല്ലേ. ഇനി ഇവിടെ നോക്കിയാൽ എത്ര ഗ്യാപ്പ്? 1 2 3 4 അപ്പോൾ കറക്റ്റ് അല്ലേ. ഇനി നമുക്ക് 12ഉം 8ഉം തമ്മിൽ യോജിപ്പിക്കാം. അപ്പോൾ അതേ 12ഉം 8ഉം തമ്മിൽ യോജിപ്പിച്ചു. ഇപ്പോൾ നമുക്കൊരു ഈക്വലാറ്റർ ട്രയാങ്കിൾ കിട്ടി. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഈക്വലാറ്റർ ട്രയാങ്കിൾ. ഇതുപോലത്തെ എത്ര എണ്ണം വരയ്ക്കാൻ പറ്റും? ഇവിടെ നോക്കിയാൽ നമ്മൾ ഇനി 1 സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിക്കുക, 1 ഒരു കോർണറാക്കി എടുക്കുന്ന വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത മൂലം അവിടെ വരും ത്രികോണത്തിൻ്റെ 1 2 3 4 അല്ലേ. ഇതായിരിക്കും അടുത്ത പോയിന്റ് വരാം. ഇനി ഇവിടുന്ന് അടുത്ത പോയിന്റ് ഏതാ വരാം? 1 2 3 4 അല്ലേ. അപ്പോൾ 9. അപ്പോൾ നമ്മൾ ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. ഇനി 9ഉം 1 തമ്മിൽ കൂട്ടി വെച്ചു. അപ്പോഴും നമുക്കൊരു ഈക്വലാറ്റർ ട്രയാങ്കിൾ കിട്ടി. ഇനി നമുക്ക് ഇതെടുക്കുകയാണെങ്കിലോ 2 എടുത്തു. ഇനി നോക്കിയാൽ 1 2 3 4 അപ്പോൾ ഇവിടെ അടുത്ത പോയിന്റ് അല്ലേ. അപ്പോൾ നമുക്ക് 120 ഡിഗ്രി കിട്ടുള്ളൂ. അടുത്ത പോയിന്റോ 1 2 3 4 10 അല്ലേ. അപ്പോൾ 10ഉം ഈ 6ഉം. ഇനി അടുത്തതോ 2 അല്ലേ, 2. അപ്പോൾ നമുക്കൊരു ഈക്വലാറ്റർ ട്രയാങ്കിൾ കിട്ടി. ഇനി നമ്മൾ 3 തുടങ്ങുകയാണെങ്കിലോ 3. ഇനി 1 2 3 4 അപ്പോൾ ഈ പോയിന്റ്. ഇനി 1 2 3 4 ഈ പോയിന്റ്. ഇനി 11ഉം 3. അപ്പോൾ നമുക്ക് എത്ര ഈക്വലാറ്റർ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റി?
4 ഈക്വലേറ്റർ ട്രയാങ്കിൾ അല്ലേ. അതായത് 12, 12, 4, 8, 12, 4, 8 ഈ പോയിന്റുകൾ നമ്മൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈക്വലേറ്റർ ട്രയാങ്കിൾ കിട്ടും. പിന്നെ 1, 5, 9 ഇവ തമ്മിൽ കൂടി യോജിപ്പിച്ചാൽ നമുക്ക് ഈക്വലേറ്റർ ട്രയാങ്കിൾ കിട്ടും. പിന്നെ ഏതാണ് 2, 6, 10 അല്ലേ. 2, 6, 10. പിന്നെയോ 3, 7, 11. അപ്പോൾ ഇങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 ഈക്വലേറ്റർ ട്രയാങ്കിൾ കിട്ടും. 4 നമ്പേഴ്സ്. ഇനി നമുക്കതിൽ രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. ഡ്രോ ആൻ ഈക്വലേറ്റർ ട്രയാങ്കിൾ വിത്ത് സർക്കം റേഡിയസ് 3.5 സെൻറ്റിമീറ്റർ അല്ലേ. സർക്കം റേഡിയസ് 3.5 സെൻറ്റിമീറ്റർ. ത്രികോണത്തിൻ്റെ 3 മൂലകളിലൂടെയും കടന്നു പോകുന്ന സർക്കിൾ, അതാണ് സർക്കിൾ. അപ്പോൾ ആ സർക്കിളിൻ്റെ റേഡിയസ് 3.5 ആണ്. അപ്പോൾ 3.5 സെൻറ്റിമീറ്റർ സർക്കം റേഡിയസ് എടുത്തിട്ട്, അതായത് പരിവൃത്ത ആരം എടുത്തിട്ട് നാം എന്ത് ചെയ്യണം, ഒരു ത്രികോണം വരയ്ക്കണം. അതിൻ്റെ ത്രികോണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈക്വലേറ്റർ ട്രയാങ്കിൾ അല്ലേ. അതായത് ഒരു സമഭുജ ത്രികോണം വരയ്ക്കണം. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കും. അപ്പോൾ ഒന്നുകിൽ ഈക്വലേറ്റർ ട്രയാങ്കിൾ വരയ്ക്കാൻ പറയും, അതല്ലെങ്കിൽ നമുക്ക് ത്രികോണത്തിൻ്റെ കോണിൻ്റെ ഏതെങ്കിലും 2 കോണിൻ്റെ അളവ് തരും. ഇതിങ്ങനെയൊക്കെയാണ് ചോദിക്കുക. അതായത് ഇപ്പോൾ നമ്മൾ റഫായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു സർക്കിൾ, ആ സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു ഈക്വലേറ്റർ ട്രയാങ്കിൾ വരയ്ക്കണം. സർക്കിളിൻ്റെ റേഡിയസ് 3.5. അപ്പോൾ നമ്മൾ 3.5 അളവിൽ ഒരു സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഈക്വലേറ്റർ ട്രയാങ്കിൾ വരയ്ക്കണം അല്ലേ. അതായത് ഇപ്പോൾ നമ്മൾ റഫായിട്ട് വരയ്ക്കുകയാണെങ്കിൽ നോക്കിയാൽ ഇങ്ങനെ ഒരു ത്രികോണം നമുക്ക് വരയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ ആംഗിൾ എത്രയായിരിക്കണം, 60 ഡിഗ്രി അല്ലേ. ഈക്വലേറ്റർ ട്രയാങ്കിളാണ്, സമഭുജ ത്രികോണമാണ്, അതുകൊണ്ട് 60 ഡിഗ്രി. ഇതാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് വരയ്ക്കുക, അത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. നമുക്കൊരു ഈക്വലേറ്റർ ട്രയാങ്കിൾ വരയ്ക്കാൻ അറിയാം. അങ്ങനെ വരച്ച് 60 ഡിഗ്രി എടുത്തിട്ട് നമുക്ക് ത്രികോണം വരയ്ക്കാൻ അറിയാം അല്ലേ. പക്ഷേ അത് നമ്മൾ അതിൻ്റെ മൂലകൾ ഈ സർക്കിളിലൂടെ കടന്നു പോകണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ത്രികോണത്തിൻ്റെ ഈ മധ്യബിന്ദു കണ്ടുപിടിക്കണം അല്ലേ. അതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് പകരം നാം എന്ത് ചെയ്താൽ മതി, ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലേ, ഇത് 60 ഡിഗ്രി ആണെങ്കിൽ, അതായത് ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു ആർക്കാണ്, ഈ ആർക്ക് ഇവിടെ ഉണ്ടാക്കുന്ന ഡിഗ്രിയാണ് 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇതേ ആർക്ക് തന്നെ ഈ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും, നമുക്കറിയാം ഇതിൻ്റെ ഇരട്ടി അല്ലേ. 60 ആണെങ്കിൽ ഇവിടെ 120 ഡിഗ്രി. ഇനി അതേ രൂപത്തിൽ തന്നെ നോക്കിയാൽ ഇത് 60 ഡിഗ്രിയാണ് അല്ലേ, ഇങ്ങനെ 60 ഡിഗ്രി. അപ്പോൾ ഈ ആർക്ക് ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ ഈ ആർക്ക് തന്നെ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും, അതും ഇതിൻ്റെ ഇരട്ടി അല്ലേ, 120 ഡിഗ്രി. ഇവിടെയും 60 ഡിഗ്രി. അപ്പോൾ ഈ ആർക്ക് 60 ഡിഗ്രി ഉണ്ടാക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇരട്ടിയായിരിക്കും ഇവിടെ അല്ലേ സെൻട്രൽ ആംഗിൾ. അപ്പോൾ 120 ഡിഗ്രി. അപ്പോൾ നമ്മൾ ഇത് വരയ്ക്കാൻ എളുപ്പം എന്താണ്, ആദ്യം നമ്മൾ 3.5 സെൻറ്റിമീറ്ററിൽ ഒരു സർക്കിൾ വരയ്ക്കുക. അപ്പോൾ ഞാൻ ഇവിടെ നോക്കിയാൽ 3.5 സെൻറ്റിമീറ്റർ റേഡിയസ് എടുത്തുകൊണ്ട് ഒരു സർക്കിൾ വരച്ചു. ഇതെല്ലാവർക്കും വരയ്ക്കാൻ അറിയാം അല്ലേ. ഇത് നമ്മുടെ സെൻറ്റർ. ഇനി എന്ത് വേണം നോക്കിയാൽ, ഇവിടെ നിന്ന് 120 ഡിഗ്രി അല്ലേ, 120 ഡിഗ്രി ഇങ്ങനെ മെഷർ ചെയ്യാം. അതായത് നമ്മൾ ആദ്യം ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കാം. ഒന്നുകിൽ ഇങ്ങോട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരയ്ക്കാം, എങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ആ വരയ്ക്കുന്നതിനനുസരിച്ച് ത്രികോണം ഒന്നിങ്ങനെ ചെരിഞ്ഞ് പോകും, അത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഞാൻ ആദ്യം നോക്കിയാൽ ഈ ലൈൻ വരയ്ക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് ഇത് 3.5 സെൻറ്റിമീറ്റർ ഇത് വരച്ചു അല്ലേ. ഇനി എത്ര വേണം നോക്കിയാൽ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 120 ഡിഗ്രി വേണം അല്ലേ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഈ പോയിന്റിൽ വെച്ചു അല്ലേ സെൻറ്റർ. ഇവിടെ നിന്ന് 0, 10, 20 ഇങ്ങനെ പോകുന്നു. ഇത് 120 ഡിഗ്രി, എവിടെ 120 അവിടെ ഞാൻ മാർക്ക് ചെയ്തു. ഇനി നമുക്കിത് യോജിപ്പിക്കുന്നു. അപ്പോൾ നമ്മളിത് യോജിപ്പിച്ചു. ഇനിയിപ്പോൾ ഈ 2 പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ത്രികോണത്തിൻ്റെ ഒരു വശം നമുക്ക് കിട്ടും. ഇനി അടുത്ത വശം കണ്ടുപിടിക്കാൻ എന്ത് വേണം, ഇവിടെ നിന്ന് വീണ്ടും 120 അല്ലേ, 3 ആംഗിളും 120 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് ഇവിടെ നിന്ന് നമ്മൾ 120 ഡിഗ്രി മെഷർ ചെയ്യുന്നു. അപ്പോൾ അത് എവിടെ നോക്കിയാൽ കൃത്യമായിട്ട് വെച്ചു അല്ലേ. ഇവിടെ നിന്ന് 10, 20, 30, 40 അങ്ങനെ പോയി 90, 100, 110, 120 ഞാൻ അതേ പോയിന്റ് മാർക്ക് ചെയ്തു. ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. ഇപ്പോൾ ഇത് 120 ഡിഗ്രി, ഇതും 120 ഡിഗ്രി, ഇതും 120 ഡിഗ്രി അല്ലേ. ഇത് നോക്കിയാൽ ഈ 3 പോയിന്റുകൾ തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിച്ച് നോക്കിയാൽ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഈ 3 പോയിന്റ് തമ്മിൽ യോജിപ്പിച്ചപ്പോൾ നമുക്കൊരു ഈക്വലേറ്റർ ട്രയാങ്കിൾ കിട്ടി അല്ലേ. ഇനി നോക്കിയാൽ ഈ ആംഗിൾ 120 ഡിഗ്രി അല്ലേ. അതായത് ഇവിടുത്തെ ആർക്ക് 120. അങ്ങനെയാണെങ്കിൽ ഈ ആർക്ക് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും, ഇതിൻ്റെ പകുതി 60 ഡിഗ്രി അല്ലേ. ഇനി നോക്കിയാൽ ഇവിടെ 120 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ആർക്ക് ഇവിടെ ഉണ്ടാക്കുന്ന ഡിഗ്രി എത്രയായിരിക്കും, ഇതിൻ്റെ പകുതി 60 ഡിഗ്രി. അതേപോലെ ഇവിടെയും ഇതിൻ്റെ പകുതി 60 ഡിഗ്രി. കണ്ടില്ലേ. അപ്പോൾ നമുക്കൊരു ഈക്വലേറ്റർ ട്രയാങ്കിൾ കിട്ടി.
ഇനി നമ്മളിവിടെ ആദ്യം ഇത് വരച്ചതിന് പകരം ഇങ്ങനെ വരച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ നമുക്ക് ഇതേ രൂപത്തിൽ ഈക്വലായിട്ട് ട്രയാങ്കിൾ കിട്ടും. കാരണം എന്താ, ഈ ചെരിവില്ലാതെ ഒന്നും കൂടി നേരെ ഇരിക്കും, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ഉദാഹരണത്തിൻ്റെ ഇങ്ങനെ ഒരു സർക്കിള്, അപ്പോൾ നമുക്ക് അതിൽ ഇഷ്ടമുള്ള രൂപത്തിൽ വരയ്ക്കാം, അതിനൊന്നും ഒരു തടസ്സമില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ വരച്ച് സെൻറ്റർ, ആദ്യം നമ്മൾ ഇങ്ങനെ വരച്ചു വിചാരിക്കുക. ഇനി ഇവിടെ നമ്മൾ 120 ഡിഗ്രി മെഷർ ചെയ്ത് നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടി വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇതേ കൂട്ടി യോജിപ്പിച്ചു. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് മെഷർ ചെയ്തപ്പോൾ ഇവിടെ 120 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തു അല്ലേ, യോജിപ്പിച്ചു. ഇനി ഈ പോയിന്റുകൾ നമ്മൾ കൂട്ടി യോജിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അതെ, ഈക്വലന്റ് ട്രയാങ്കിൾ കിട്ടി അല്ലേ. ഇത് 120 ആകുമ്പോൾ ഇതൊക്കെ 60 വീതം. അപ്പോൾ നോക്കിയാൽ ഫിഗർ ഒന്നും ഇങ്ങനെ ഇരിക്കും, അത്രയുള്ള വ്യത്യാസം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കുക, ഏത് രൂപത്തിൽ വേണമെങ്കിലും വരയ്ക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്കിതിൽ ബാക്കിയുള്ള നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.